എന്താ സെക്കൻഡ് ഹാഫ് വന്നിട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫെയിൽ ആയില്ല. ബാക്കി ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷനിലെ ഫൈറ്റും ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ട് പോയിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചല്ല. ഒരു ലാസ്റ്റ് ഒരു ക്യാമിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അത് കാരണം ഫസ്റ്റും സെക്കൻഡും വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ തേർഡ് പാർട്ടിൽ ബ്ലഡ് ഷെഡ് കൂടുതലാണ്. പിന്നെ മേക്കിംഗ് ഫസ്റ്റും സെക്കൻഡും വെച്ചാൽ കുറച്ചും കൂടെ ഫൈറ്റ് സീക്വൻസുകൾ കുറച്ചും കൂടെ ബെറ്റർ തേർഡ് പാർട്ടിൽ ബെസ്റ്റ്. അതിലൊന്നും നമുക്കൊന്നും താഴ്ത്തി നിൽക്കാൻ പറ്റില്ല. പിന്നെ ബെസ്റ്റ്. ഓക്കെ എങ്ങനെയുണ്ട് ബ്രോ? നാനിയൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് ബ്രോ ഇഷ്ടപ്പെട്ട പടത്തിൽ? അതൊരു കുഴപ്പമൊന്നുമില്ല. വെറൈറ്റി കഥയാണ്. കുറേ കെമിയോസ് ഒക്കെ ഉണ്ട് ലാസ്റ്റ്. നാനി എങ്ങനെയുണ്ട്? നല്ല ആക്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ. വയലൻസ് കുഴപ്പമില്ല. എന്നാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വർക്കായിട്ടുണ്ടോ? ഓ ഓവറോൾ എങ്ങനെയുണ്ട്? ഓക്കെ പറയുന്നുണ്ട്. ഹിറ്റ് 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 ആ എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിൽ? അല്ലാതെ അഭിനയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ? പെർഫോമൻസ് വൈസ് എപ്പോഴത്തെ പോലെയായിരുന്നു. പിന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആണെങ്കിൽ കുറച്ചുകൂടെ മാസ് ആ ഒരു ലെവലിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ എക്സ്പെക്ട് ചെയ്ത പോലെ ക്യാമിയോ ഉണ്ട്. അടുത്ത പാർട്ടിലേക്ക് ലീഡ് ചെയ്യുന്ന പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് അനാവശ്യ റൊമാൻസ് അത് മാത്രമേ ഓവറായിട്ട് അല്ലാത്ത ദിവസം കൊള്ളാം. നാനിയൊക്കെ എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് അത്ര എനിക്ക് കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു. സെക്കൻഡ് ഹാഫ് കൊള്ളാം. ഞാനിയുടെ ഒരു ഫസ്റ്റ് സെക്കൻഡ് പോലെ അല്ല, ഇൻവെസ്റ്റിഗേഷൻ പടം അല്ല, ആക്ഷൻ പടമാണ്. ആ രീതിയിൽ കൊള്ളാം. വയലൻസ് അധികമല്ല, വയലൻസ് ഉണ്ട്. ഇതൊരു വയലൻസ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന പടമല്ലേ, ഏതായിട്ട് പടമല്ലേ, അതിനുള്ള വയലൻസ് ഉണ്ട്. പടം ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ് ഉണ്ട്. പിന്നെ ഫോർത്ത് കേസ് ഉണ്ട്. ഫോർത്ത് കേസിന്റെ ഒരു ലീഡോടുകൂടിയാണ് നിർത്തുന്നത് ലാസ്റ്റ്. ഈ ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ഹിറ്റടിക്കാനുള്ള വകയുണ്ട്. പിന്നെ ഷുവറായിട്ട് നല്ല പടമാണ് കാണാൻ. കുഴപ്പമില്ല. വയലൻസ് അല്ലേ? വയലൻസ് തന്നെ നല്ല ബോറില്ല. ആയിട്ട് പോകണം. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റുമോ? ഫാമിലി ആയിട്ട് കാണാൻ ഇത്തിരി പാടാണ്. ഒരു വെട്ടും കുത്തും മാത്രമേ ഉള്ളൂ. ബോറില്ല പടം കാണാൻ. വയലൻസ് അധികമാണ്. എങ്ങനെയുണ്ട് നാനിയെ? സെക്കൻഡ് ഹാഫ് നൈസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് ശരിക്കും ബോറടിച്ച്. ശരിക്കും നമ്മൾ ലിസ്റ്റ് 1 and 2 കണ്ട പോലെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എലമെന്റ് ആണ് അവർ ഫസ്റ്റ് ഹാഫിൽ ശ്രമിച്ചത്. പക്ഷേ അത് ബോറടിച്ച്. ഫസ്റ്റിലും സെക്കൻഡിലും കിട്ടിയ ആ ഒരു ത്രില്ല് കിട്ടില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നിട്ട് ക്ലൈമാക്സ് ഒക്കെ ഇപ്പം നല്ല ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് നൈസ് ആയിരുന്നു. വയലൻസ് ആ ഒരു ആക്ഷൻ സീക്വൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എലമെന്റ് ബോറടിച്ചു. ഒരു ലാസ്റ്റ് പോർഷൻ ആ ഫൈറ്റ് അങ്ങോട്ട് വരുമ്പോഴേക്കും നല്ല വയലൻസ് ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അല്ലാണ്ട് എങ്ങനെയുണ്ട്? നാനി ഓക്കെ ആണോ? നാനി ഓക്കെ. വേറെ പടത്തിന് എടുത്തുകൊടുത്തൊക്കെ എടുത്ത് പറയാനായിട്ട് ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു ഫസ്റ്റ് ഹാഫും ആ ഒരു ഭൂരിഭാഗം സമയവും ഭയങ്കര ഡള്ളാണ്. ലാസ്റ്റ് ആണെന്ന് എലിവേറ്റ് ആയി വരുന്നത്. ഹിറ്റടിക്കാനുള്ള വകയുണ്ടോ? ഹിറ്റടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ആവറേജ് അവന് നല്ല പടമാണ്. വയലൻസ് ഒക്കെ അധികമാണോ? നോർമൽ ലെവലൊക്കെ ഉണ്ട്. on time watch a bit of violence is here. നമ്മളെ പ്രതീക്ഷിക്കായിട്ട് അത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു ബിൽഡപ്പായിട്ട് പറയണം. കാര്യം ഞാനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണപ്പെട്ട ഒരു നടനാണ്. കാര്യം ചെറുതിൽ നിന്ന് പിന്നെ ഒരു വലിയൊരു ഇതിലോട്ട് വന്നതാണ്. നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഒരു നടന. കാര്യം എനിക്ക് പുള്ളിയുടെ ആക്ടിങ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഇച്ചിരി റൊമാൻസ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ശാലം വയലൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ളത്. അത് മാർക്കയും ഇതും വെച്ച് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കോ ഇതിൽ കൂടെ കുറേ വയലൻസ് കൂടുതലാണ്. എന്നാലും ഇതൊരു നൈസ് മൂവിയാണ്. നമുക്ക് അത്യാവശ്യം നമുക്ക് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാം. വലിയ കുറ്റം പറയാനായിട്ടൊന്നുമില്ല, കുറ്റം പറയാനായിട്ടില്ല. പക്ഷേ പുള്ളീനെ കുറേ നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്യാമറ റോൾ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നത് കാർത്തികായി സൂര്യയുടെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ 4ാമത്തെ ഭാഗമുണ്ട്. 4ാമത്തത് ഒരു ജംഗിൾ പൊളിയായിരിക്കും എന്ന് മനസ്സിൽ തോന്നുന്നു. അപ്പോൾ 4ാമത്തെ കട്ട വെയിറ്റ് ചെയ്യണം ബ്രോ. സൂര്യണ്ണൻ്റെ പടം കാണാൻ പോകണം. വൻ പ്രതീക്ഷയോടെ പോവുകയാണ്. 120 കാണാം. ഓക്കെ.
സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് എങ്ങനെ എവിടെ തുടങ്ങി എവിടെ തീർന്നതെന്ന് പെട്ടെന്ന് പോലും അറിഞ്ഞില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ടാണ് കുറ്റാന്വേഷണ കഥ പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എടുത്ത് പറയാനായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ കുറച്ചേ ഉള്ളൂ. ഡയലോഗ്സ് ആണ് കൂടുതൽ. ഒറ്റ പാട്ടില്ല സിനിമയ്ക്കകത്ത്. എന്നാൽ പാട്ട് കുത്തിക്കേറ്റുള്ള രംഗങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴാണ് ഒരു പാട്ടുള്ളത്. അതുപോലെ വളരെ മനോഹരമായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള കാട്ടിക്കൂട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ടിപ്പിക്കൽ ഇതിൽ പോകുന്നില്ല. പിന്നെ അതിനുശേഷം വില്ലന്റെ എൻട്രി വരുന്നുണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള ഫേസ് ഓഫ് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഇതൊരു ക്ലീശയാണെന്ന്. അങ്ങനെയല്ല, ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ IPS ഓഫീസറാണ്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമായിട്ട് ഒരു അപ്രോച്ചിൽ കാണരുത്. ഇത് ഒരു അതിരടി മാസ് മസാല സിനിമ എന്നുള്ള രീതിയിൽ കണ്ട ഒരു സിനിമയാണ്. പിന്നെ ബ്ലഡ് ഷെഡ് ഭയങ്കര കൂടുതലാണ് ഈ സിനിമയിൽ. വയലൻസ് സീൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് മാർക്കോ ചില സീനുകളിൽ കടത്തി വെട്ടിയിരുന്ന പോലെയൊക്കെ തോന്നിപ്പോകും. പക്ഷെ ഇപ്പോഴും മാർക്കോ തന്നെയാണ് ആ ഒരു വയലൻസിന്റെ കാര്യത്തിൽ മുമ്പിൽ. ചില കാര്യങ്ങൾ നമുക്ക് ബ്ലഡ് കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് വയലന്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ ഇതിനകത്തുണ്ടായിരുന്നു. അത് ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് മാനസികമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല. അങ്ങനത്തെ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ടിപ്പിക്കൽ ക്ലീഷേഡ് ആയിട്ട് തോന്നിപ്പോയി എന്നെനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ ക്യാമിയോ ആണ്. ക്യാമിയോ ഫൈനലിൽ വരുന്നുണ്ട്. ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് ഒരേപോലെ ഫാൻ ഫോളോയിങ് ഉള്ള. അതിപ്പോൾ രജനിയോ കമൽഹാസനുള്ള അവരൊക്കെ സീനിയേഴ്സാണ്. പക്ഷെ അവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് തരാൻ സാധിച്ച ഒരു നടനുണ്ട്. ആ നടൻ ആരാണെന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം. പുള്ളിക്കാരൻ്റെ ഡയലോഗുണ്ട്, నేను മൾട്ടി ലിംഗൽ. പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗും പ്രസൻസും കാര്യങ്ങളും എല്ലാം കൊണ്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട് എൻഡ് പഞ്ചൊക്കെ. അപ്പം ഒരു കണ്ടിരിക്കാവുന്ന ഒരു അതിരടി മാസ് മസാല സിനിമ. എന്നാലാണെങ്കിലും ടിപ്പിക്കൽ ക്ലീഷേ ഇതുമല്ല അങ്ങനത്തെ.